ഇന്നലകളിൽ കാറ്റടിച്ചപ്പോ, ഇന്നലകളിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങിയപ്പോ, ഇന്നലകളിൽ വള്ളം ആടി ഉലഞ്ഞപ്പോ അവർ കാണാത്ത ഒരു കാഴ്ച ഈ പ്രതിസന്ധിയുടെ നടുവിൽ അവർ കണ്ടു. ഇന്ന് വരെ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. നിന്നെ ചേർത്ത് പിടിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വിടുവിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലകളിൽ നീ കാണാത്ത ചില കാഴ്ച നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ പല കാഴ്ചകളും നീ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കാഴ്ച ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച അതിന്റെ നടുവിൽ നീ കാണുമെന്ന്. അത് മറ്റൊന്നുമല്ല, ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവർ, നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവർ ആ പ്രശ്നത്തിന്റെ മുകളിലൂടെ നിന്റെ അരികിലേക്ക് വരുന്നത് നീ കണ്ണു തുറന്ന് കാണുമെന്ന്, നീ കണ്ണു തുറന്ന് കാണുമെന്ന് ഇന്നലെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഏത് വിഷയത്തിനകത്താണോ നീ തകരുമെന്ന് ചിന്തിക്കുന്നത്, ഏത് വിഷയത്തിനകത്താണോ നീ അധപ്പതിക്കുമെന്ന് വിചാരിക്കുന്നത്, മുങ്ങി താഴുമെന്ന് വിചാരിക്കുന്നത്, ആ വിഷയത്തിന്റെ മുകളിലൂടെ നടന്ന് നിന്റെ അരികിൽ വന്ന് ആ വിഷയത്തിനകത്ത് ഒരു വിടുതൽ നൽകി, ഉദ്ധാരണം നൽകി നിന്നെ വലിച്ചെടുക്കാൻ കഴിവുള്ള യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകലിവിടെ ഉണ്ട്. അത് തിരിച്ചറിയുന്നത് ആ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നം എത്ര വലുതാണേലും, നിന്റെ പ്രശ്നം എത്ര ചെറുതാണേലും, ആ പ്രശ്നത്തിന്റെ മുകളിലൂടെ നീ പേടിക്കുന്ന വിഷയമുണ്ടല്ലോ, നീ പേടിക്കുന്ന വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിന്റെ മുകളിലൂടെ നടന്ന് നിന്റെ അരികിൽ വന്ന് അതിനകത്തുനിന്ന് നിന്നെ വിടുവിപ്പാൻ, നിന്നെ വലിച്ചെടുക്കാൻ കഴിവുള്ള യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകലിവിടെ ഉണ്ട്. അത് തിരിച്ചറിയുന്നവർക്കാൾ ദൈവത്തിന് ശോഭ ചെയ്യുന്നു. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ചില വിഷയത്തിനകത്തുനിന്ന് ദൈവച്ചനെ വലിച്ചെടുക്കുക. പേടിച്ചിരിക്കുന്ന തകരുമെന്ന്, നശിക്കുമെന്ന്, ഇതുകൊണ്ട് അവസാനിച്ചെന്ന് കരുതുന്ന വിഷയമെന്താണോ അതിനകത്തിന്റെ ദൈവച്ചനെ വീണ്ടെടുക്കാൻ അതിന്റെ മുകളിലൂടെ നടന്ന് യേശുവിന്റെ അരികിൽ വരുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ചില വിടുതലുകൾ ആത്മാവിനെ കാണുന്നുണ്ട് കേട്ടോ. ചില അരികിലേക്ക് യേശു നടന്നു വരുന്നുണ്ട്. നിന്റെ പ്രശ്നം എത്ര വലുതാണേലും അതിന്റെ മുകളിലൂടെ നടന്ന് യേശുവിന്റെ അരികിൽ വരുന്നുണ്ട്. നിന്റെ ഭവനത്തിലേക്ക് അവൻ വരുന്നുണ്ട്.